ഫ്രണ്ടിൽ വന്നിട്ട് മിച്ചിലിനും ബാക്കിൽ വന്നിട്ട് അപ്പോളോടെ ഒരു കോംബോ ആണ് ഇട്ടായിട്ട്. ടയർ ഊരിയപ്പോഴാണ് ഈ ഒരു രഹസ്യം ഞാൻ മനസ്സിലാക്കി. നല്ല അലൈൻമെന്റ് ഒക്കെ പക്കയാണല്ലേ. സീറ്റിന്റെ നമ്മുടെ മുത്തതായിരിക്കുന്നത്. ഹലോ മച്ചന്മാരെ, റൈഡർ സ്ലീറ്റ് ബേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഹിമാലയന്റെ ടയർ മാറ്റാൻ പോകുന്ന വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടതാണ്. ആ ഒരു ഷോപ്പും കാര്യങ്ങളെല്ലാം കണ്ടാണ്. അപ്പോൾ 5 ഭാഗത്തുള്ളവർക്കൊക്കെ ആ ഒരു ഷോപ്പ് ഞാൻ പരിചയപ്പെടുത്തിയ പോലെ ഇപ്പോൾ പുനലൂർ, കുന്നിക്കോട്, കൊട്ടാരക്കര ഭാഗത്തുള്ളവർക്കൊക്കെ ഒരു കിടക്കാച്ചി ഷോപ്പും പിന്നെ നമ്മുടെ ഒപ്പം തന്നെ ഉമ്മാടെ വണ്ടിയുടെ റേയുടെ ടയറും മാറ്റണം. അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തിയത് എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പം ജസ്റ്റ് ആ ഒരു ഭാഗം പോയി കണ്ടിട്ട് വരുമ്പോഴത്തേന് നമ്മൾ ഇവിടെ കയറി ടയറിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ നേരെ അതുവഴി കണ്ടിട്ടോ. മച്ചന്മാരെ, പിന്നെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ 80,000 ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ. 80K ആയിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഒരു ഇത്രയും വലിയൊരു ഇതൊക്കെ നമുക്ക് ഭയങ്കര നേട്ടങ്ങളാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് 100K അടിച്ച് നമ്മുടെ ചാനലിൻ്റെ പേരിലൊരു സിൽവർ പ്ലേ ബട്ടൺ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് ഞാൻ നേടിയെടുക്കും. അപ്പം ഇതുവരെ കൂടെ നിൽക്കുന്നതും ഇപ്പോൾ കൂടെ ഇങ്ങനെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അകത്ത് ഉള്ളിൽ നിന്ന് തട്ടിയിട്ടുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ കറങ്ങി അവസാനം താണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനം കുന്നിക്കോട് എത്തിയിട്ടുണ്ട്. കുന്നിക്കോട് നിന്ന് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് തിരിയുക. ഇവിടെ നമ്മൾ വന്ന് ഇറങ്ങുന്ന ഈ റോഡ് കേട്ടോ. ഇത് കുന്നിക്കോടിൻ്റെ പമ്പ്. കുന്നിക്കോട് ജംഗ്ഷനിൽ തന്നെയാണ് കേട്ടോ ടയർ കട. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ മച്ചാമാരുടെ ടയർ കടയുടെ പേരെന്ന് പറഞ്ഞാൽ MS ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, ജസ്റ്റ് നമുക്കറിയാവുന്നൊരു കാക്കയാണ് ഇവിടുത്തെ പിന്നെ ഷോപ്പിൽ നിൽക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടയറിനൊക്കെ നല്ല പിന്നെ ബെനിഫിറ്റിൽ തരാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിൽ തരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ മച്ചാമാരെ, ഇവിടെ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പം ചോദിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഹാഫീസൊക്കെ കേൾക്കാം. എന്തുണ്ട് സുഖമായിട്ട്? നമ്മുടെ ടയറൊന്ന് മാറ്റാനായിട്ട് വന്നതാണ്. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പോൾ പ്രധാനമായിട്ടേ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ടയറും ബാക്ക് ടയറും സെറ്റപ്പ് ആക്കി ഇടണം. കിടന്നത് JKയുടെ ഒരു ടയറാണ്. അപ്പോൾ നല്ല ടയർ എടുക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ടയറാണ് ഏറ്റവും നല്ല, ഏതെടുക്കണം? അല്ല, നമ്മുടെ ഉമ്മാടെ വണ്ടിയില്ലേ റേ? എന്തായാലും നോക്കാം, നമുക്കുള്ള സ്റ്റോക്കൊക്കെ ഒന്ന് നോക്കാം. എവിടാ? ഓക്കെ. ഇപ്പൊ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെയൊക്കെ കുറെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഒരുപാട് സ്റ്റോക്ക് ഇരിക്കുന്നു. ഓക്കെ, എല്ലാത്തിനും ഉണ്ടല്ലേ? ഇത് വലിയ വണ്ടികളുടെ അല്ലേ? അവിടെ ഇരിക്കുന്നൊക്കെയോ? ഓക്കെ. എല്ലാവിധമായിട്ടുള്ള ടയറും കാര്യങ്ങളും ഉണ്ടല്ലേ? ഓക്കെ. മുകളിലോട്ട് ഉണ്ട്. അപ്പൊ നമ്മുടെ ടയർ ഇരിക്കുന്ന എവിടാ വണ്ടിയുടെ? നമ്മുടെ 2 സെക്ഷനായിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് റൈറ്റിൽ ഫുള്ളും കാർ ടയറാണ്. ഇങ്ങോട്ടെല്ലാം കാറിന്റെ അല്ലേ? പിന്നെ മുകളിലോട്ട് ഇനിയുണ്ടോ മുകളിലോട്ട്? എനിക്ക് മുകളിലോട്ട് കയറാൻ വയ്യ. ഇവിടെ എല്ലാം നമ്മുടെ 2 വീലർ ടയറുകളാണ്. ഓക്കെ. 2 വീലറിന്റെ ഗോഡൌണുണ്ട്. ഗോഡൌണിലോട്ടാണ് കൂടുതലും. ഇവിടെ കുറച്ച് സാമ്പിളുകൾ മാത്രമേ, അതായത് ഫാസ്റ്റ് മൂവിംഗ് ഉള്ള അങ്ങനെയുള്ള വണ്ടികളുടെ മാത്രമേ ഇവിടെ എടുത്ത് വെക്കത്തുള്ളൂ അല്ലേ? ഇവിടെ തന്നെ എല്ലാത്തിനും. നമ്മുടെ ഹിമാലയന്റെ ഇതൊക്കെ ഹിമാലയന്റെ ആണെന്ന് തോന്നുന്നല്ലോ. ഹിമാലയന്റെ ബാക്ക് ഹിമാലയനുണ്ട്. ഹിമാലയന്റെ എല്ലാവരും. ഞാൻ അന്ന് വിളിച്ചപ്പോ പിന്നെ അപ്പോളോടെ സ്റ്റോക്ക് ഇല്ലാന്ന് പറഞ്ഞല്ലേ? സിയറ്റിന്റെ നമ്മുടെ മുത്തതായിരിക്കുന്നത്. കഴിഞ്ഞോട്ടെ നമ്മൾ ഇവിടുന്ന് സിയറ്റിന്റെ മാറിക്കൊണ്ട് കേട്ടോ. പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനം വിക്രാന്തിന്റെ ബാക്ക് ടയർ. അതേതിന്റെയാ? അത് വിക്രാന്ത് എന്ന് പറഞ്ഞാൽ ടിവിഎസിന്റെ ബ്രാൻഡ് ആയിരിക്കുന്നത്. കമ്പനി ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മയുടെ സ്കൂട്ടിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു. ഓക്കെ. ഉമ്മാടെ വണ്ടിയുടെ സ്കൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള ടയറാണ്. അപ്പം നമ്മൾ കഴിഞ്ഞോട്ട് ഇട്ടത് JK ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ വട്ടം മാറ്റി പിടിക്കാം. നമ്മുടെ പിന്നെ ഇതിനിട്ടത് അപ്പോളോടെ ടയറാണ്. അപ്പോളോടാ നമ്മുടെ ഇത് പഴയ മോഡൽ, അതുകൊണ്ട് ട്യൂബ് ആയിരിക്കും. ഓക്കെ. അപ്പോളോടെ ഇതിപ്പോ നമ്മുടെ അപ്പോളോടെ ടയറ്. നമ്മുടെ ഹിമാലയൻ ഇപ്പൊ ഇട്ടതും അപ്പോളോടെ ടയറാണ്. അപ്പോളോ ഇട്ടതിന്റെ ഫുള്ള് വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ നാളത്തെ ഒരു റൈഡിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അപ്പോളോ തന്നെ നമുക്ക് ബാക്കിൽ ചൂസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ അത്യാവശ്യം മിച്ചിലിനും കൊള്ളാം. ഓക്കെ. ഇത് അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ടയറാണ് കേട്ടോ. അപ്പോൾ മിച്ചിലിനും ബാക്കിൽ അപ്പോളോവും ഫ്രണ്ടിൽ മിച്ചിലിനും കൂടെ എടുക്കാം അല്ലേ?
പിന്നെ ഉള്ളത് JK ഉണ്ട്. പിന്നെ മിച്ചിലിൻ്റെ തന്നെ ബാക്ക് ഉണ്ട്. മിച്ചിലിൻ്റെ ബാക്ക് വരുന്നത് പിന്നെ അത്ര ഇതുപോലെ നമ്മുടെ ഒരു ഓഫ് റോഡ്, നിങ്ങൾക്കറിയാലോ നമ്മുടെ അവിടുത്തെ സ്ഥലത്തിൻ്റെ അവസ്ഥ, അതുകൊണ്ട് കുറച്ച് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ടയറായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ പിന്നെ വണ്ടിയുടെ റേക്ക് ആവശ്യമായിട്ടുള്ള ടയറും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് കണ്ടു, ഇതാണ് സ്റ്റോക്ക്, ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളും. പാച്ചമാരെ ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഉമ്മയുടെ വണ്ടിയാണ്, നമ്മളിത് വലുതായിട്ട് യൂസ് ചെയ്യാറൊന്നുമില്ല. ഇതിൻ്റെ ടയറിൻ്റെ ഇത് കണ്ടോ, ബാക്കിലത്തെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തേഞ്ഞ് തീർന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ മാത്രം മാറ്റിയാൽ പോരല്ലോ, ഉമ്മയുടെ വണ്ടിക്കും ടയർ മാറ്റി കൊടുക്കണമല്ലോ. ഫ്രണ്ടിൽ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഓടും. എന്നാലും നമ്മൾ ഫ്രണ്ടും ടയറും ബാക്ക് ടയറും ഒന്നിച്ചങ്ങ് മാറാമെന്ന് വെച്ചു. വണ്ടിയിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഞാൻ വഴിയെ ഈ വ്ളോഗായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ടയറിൻ്റെ കാര്യം പറയാനുള്ളത്. ഈ മോനെ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടയറുകൾ കേട്ടോ. കോംബോ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചിലിനും, ഫ്രണ്ടിൽ വന്നിട്ട് മിച്ചിലിനും ബാക്കിൽ വന്നിട്ട് അപ്പോളോടെ ഒരു കോംബോ ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല സൗണ്ടാണ്. അണ്ണാ ഈ അലൈൻമെൻറ്റിൻ്റെ ഇതെന്താ ചെയ്യുന്നത് നിങ്ങൾ? അലൈൻമെൻറ്റിൻ്റെ ഫുള്ള് എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ടോ അതോ എല്ലാ ട്രാവലർ വരെയുള്ള എല്ലാ അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഇന്നോവയൊക്കെ കിടപ്പുണ്ട് കേട്ടോ, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്തോട്ട് കയറി നോക്കിയിട്ടില്ല. ഇതാണ് അവരുടെ അലൈൻമെൻറ്റ് ചെയ്യാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ. അതൊന്നും നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് ഇന്നോവയിലിരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം. ചേട്ടോ അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് വന്നതാണോ? എങ്ങനെയുണ്ട് ഇവിടെ? നേരത്തെ ചെയ്യുന്നതാണോ അതോ വർഷങ്ങളായിട്ട് തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ തന്നെ ചെയ്യുന്നതാണോ? അല്ലേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ സർവീസ് പക്കയാണ്, നല്ല അലൈൻമെന്റ് ഒക്കെ പക്കയാണല്ലേ? എന്റെ എല്ലാ വണ്ടി ഇവിടെ തന്നെ. ഇവിടെ ചേട്ടാ ഇവിടെ അടുത്തുള്ളതാണോ? ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഓക്കെ ഓക്കെ, സന്തോഷം. പേര്? ഓക്കെ. അപ്പോൾ ഒരു അലൈൻമെന്റ് ചെയ്യാൻ കിടന്നത് ഇന്നോവയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഹിമാലയനിലും നമ്മുടെ എൻഡോർക്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റെയിൽ വീഡിയോസ് ചെയ്തതൊക്കെ വളരെ തുച്ഛമാണ് കേട്ടോ. അത് ഈ വണ്ടിയോട് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇത് ഉമ്മാടെ വണ്ടിയാണ്. നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രമേ എടുക്കത്തുള്ളൂ. ഇനി എന്തായാലും ഉമ്മാക്ക് പുതിയൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കണം. ഒന്ന് യൂട്യൂബൊക്കെ ഒന്ന് സെറ്റപ്പ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉമ്മാക്ക് പുതിയൊരു വണ്ടി മേടിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഉമ്മാക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓടിച്ച് പഠിക്കുന്നത് തന്നെ ഈ ഒരു വണ്ടിക്കകത്താണ്. അപ്പം ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ പുതിയ വണ്ടി ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എപ്പോഴും പറയാൻ കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി എന്തായാലും മേടിക്കും. കോച്ചാമാരെ നമ്മുടെ ടയർ അഴിക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹിമാലയൻ്റെ വീഡിയോക്കകത്ത് നിങ്ങൾ കണ്ടതാണ്, ടയർ ഇളക്കി നമ്മൾ പിന്നെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതെല്ലാം കൂടെ കാണിച്ച് ഈ വീഡിയോ കൂടെ ബോറാക്കുന്നില്ല. അപ്പോൾ എന്തായാലും അവർ ടയർ അഴിച്ച് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. കോച്ചാനെ അപ്പം ഇതാണ്ട് ഫ്രണ്ടിലത്തെ ടയർ ഊരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്കത്തെ ഫ്രണ്ടിലത്തെ ടയർ ഊരുമ്പോൾ വണ്ടിയുടെ കോലം. ബാക്കത്തെ ടയർ ഊരി വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ, എൻ്റെ സെൻറ്ററിൽ ഹോളാണ് മറ്റേ ഇത് വരുന്നത്. അപ്പം ഇനിയിപ്പോൾ ഇത് സെറ്റ് ആക്കണം. ഫ്രണ്ടിലത്തെ ഊരിയിട്ടായിട്ട് ടയർ ഊരിയപ്പോഴാണ് ഈ ഒരു രഹസ്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മുടെ ഫ്രണ്ടിൽ ബ്രേക്ക് ഇല്ലാത്തത് ബ്രേക്ക് ലൈനറിൻ്റെ അവസ്ഥ ഉണ്ടോ, തീർന്നു എന്നാണ് തോന്നുന്നത്. തോന്നുന്നല്ല കേട്ടോ, നെറ്റിലായി തീർന്നു. ഇപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ലൈനറും കൂടെ അങ്ങ് മാറ്റാം, ചുമ്മാ ഹബ്ബ് വരേണ്ട. നമ്മുടെ ടയറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെടുത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തു. അപ്പോൾ മച്ചന്മാരെ ഫ്രണ്ടും ബാക്കും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ടയർ ഫുള്ള് സെറ്റായിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, വണ്ടി എടുത്തിട്ട് നേരെ പോകണം. അപ്പം പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ മാക്സിമം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കനും ചവിട്ടി പൊടിച്ച് കിണി അടിച്ചേക്കുക. എന്നാലേ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും മച്ചന്മാരെ ബൈ ബൈ, സ്ലീപ്പ്.